വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യവരെ, വിശിഷ്ട അതിഥികളെ, ഗുരുദേവ സ്മരണകൾക്ക് നിസാന്ദ്രമായ ഈ സുദിനത്തിൽ ഇവിടെ ഒരുക്കിയ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന സുമനസ്സുകൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. കേരളീയ സമൂഹത്തിൽ നവോത്ഥാന വെളിച്ചം പകർന്നു തന്ന പുണ്യമഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ജാതിയുടെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിലമർന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ചെമ്പരന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ അച്ഛൻ മാടനാശാന്റെയും അമ്മ കുട്ടിയമ്മയുടെയും മകനായി 1856 ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയം പൊന്നക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. ഗുരുകുല സമ്പ്രദായത്തിലൂടെയുള്ള വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അച്ഛനമ്മമാരുടെ മരണത്തോടെ ലൗകിക ജീവിതത്തിന്റെ കണ്ണികൾ ഗുരുവിൽ നിന്ന് മഞ്ഞമായി. ചിന്തകൾ കൊണ്ട് വെണ്ടിതനും ആത്മത്യാഗത്തിന്റെ നിറകുടമായ ഗുരുദേവൻ ഒരവധൂതനെ പോലെ സഞ്ചരിച്ചു. ഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രീയഭൂതരായ അനവധി ശിഷ്യഗണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഡോക്ടർ പൽപ്പവും കുമാരനാശാനും, ടി.കെ. മാധവനും, സി. കേശവനും, ആർ. ശങ്കറും, സഹോദരൻ കെ. അയ്യപ്പനും തുടങ്ങി അനവധി ശിഷ്യ പരമ്പരയുള്ള ഒരു ഗുരുവാണ് നമ്മുടേത്. പക്ഷേ ഇന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ആരംഭിച്ചെടുത്തു തന്നെ നാം ഇന്ന് നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും എല്ലാം വിപരീതമായി യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ്, യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് പഠിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം പറഞ്ഞതുപോലെ ഒരു ഗുരുവിന് വേണ്ടുന്ന വേദാന്ത ചൂടാമണിയിൽ പറയുന്ന 7 മാനദണ്ഡങ്ങളും ഗുരുവിനുണ്ട്. മഹാത്മാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ഗുരുവിന്റെ കാര്യം എടുത്തു നോക്കിയാൽ അന്ന് മർത്തോമലയിൽ നിന്നും താരക്കിറങ്ങി വന്നത് നമ്മളെ പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠ നടത്തുവാനുള്ള ബ്രാഹ്മണ അധികാരത്തിന്റെ എതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു അരുവിപ്പുറ ക്ഷേത്ര പ്രതിഷ്ഠ. അരുവിയിൽ നിന്നും മുങ്ങിയെടുത്ത കല്ലിൽ പോലും ഈശ്വര ചൈതന്യം കണ്ടെത്തിയ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠയിൽ പ്രകോപിതരായ സവർണ മേധാവിത്വത്തിന്റെയും ജാതി കോമരങ്ങളുടെയും സൗമ്യമായ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതികരിച്ചത്. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറിയിരുന്ന് അവിടെ ക്ഷേത്രകാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ പൂജാരിന്റെ അടുത്ത് ചോദിച്ചു, ഒരവർണ്ണൻ ഈ ക്ഷേത്രത്തിൽ കയറിയ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, 101 പൊൻപണം കൊടുക്കണം, അതുകൂടാതെ 101 ചാത്തവാരടിയും കൊള്ളണം. ഉടൻ തന്നെ 101 പൊൻപണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ചാത്തവാരടിയും കൊള്ളുവാൻ എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി പാഞ്ഞുപോയി. പിന്നീട് വന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ആറാട്ടുപുരം മംഗലത്ത് ഇന്നുമുള്ള ശിവക്ഷേത്രം. ജാതിഭേദം മതദേശം ഏതുമില്ല സർവരും എന്ന് സോദരത്തേന വാരുന്ന മാതൃകാ സ്ഥാനം എന്ന് പറയുവാൻ അക്കാലത്ത് ഗുരുദേവനല്ലാതെ മറ്റാർക്ക് സാധിക്കൂ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന തത്വശാസ്ത്രത്തെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വശാസ്ത്രത്തെ, സ്നേഹമെന്ന നന്മ എന്ന ആ വലിയ തത്വശാസ്ത്രത്തെ ഈ ഗുരുവചനങ്ങൾക്ക് മുൻപിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. ഓം ശ്രീനാരായണ.